بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي جاء بالصدق وصدق به أولئك هم المتقون. لهم ما يشاءون عند ربهم، ذلك جزاء المحسنين. ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وأثبتا للأولياء الكرام ومن نفاها إن بذن كلاما. ആദരണീയരായ സാദാത്തുക്കൾ, സാധുമാർ, മുഅ്മിനീങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി, മഹാനരായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളുടെ ആണ്ടനുസ്മരണ പരിപാടി എല്ലാ വർഷവും നാം ഈ മാസത്തിൽ നമ്മുടെ ദിക്ർ ഹൽക്കയോടനുബന്ധിച്ച് CM വലിയുല്ലാഹിയെയും അതുപോലെ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹുമ രണ്ട് മഹാന്മാരെയും അനുസ്മരിക്കുകയും അവരുടെ പേരിൽ ഖുർആൻ ഓതി ദുആ ചെയ്യുകയും ചെയ്യാറുണ്ട്. കേരളത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാർ, അതുപോലെ അവരുടെ ഉസ്താദുമാർ, അവരെല്ലാം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ശിഷ്യന്മാരാണ് എന്ന് ഏകദേശം ആളുകളെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനവറുകൾ വലിയ ആത്മീയ ബഹുമതികളുള്ള ഒരു വലിയ മഹാനായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ആലിമീങ്ങൾക്കെല്ലാം അവിടുന്ന് വലിയ അത്താണിയും ഏത് വിഷയങ്ങളും അവിടുന്ന് പറയുന്നത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ഉപദേശം തേടുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരുപാട് സമ്മേളനങ്ങളിൽ ബഹുമാനപ്പെട്ടവർ അധ്യക്ഷം വഹിക്കുകയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ഉണ്ടായിരുന്നില്ല. ഇവിടെ ബിദ്അത്ത് വരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്നതിൽ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ മുൻപന്തിയിലായി. അതുകൊണ്ടാണ് കേരളത്തിൽ ഖുതുബ മലയാളത്തിൽ ഓതി ഉള്ള പള്ളികളുടെ ഒക്കെ ജമാഅ ബാത്തിലാക്കാനുള്ള ശ്രമം നടന്നപ്പോൾ മീഞ്ചന്തയിൽ നടന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരേണ്ടി വന്നത് അതിനു മുമ്പ് അറബിയിൽ ഓതുന്ന ഖുതുബ മലയാളത്തിലാക്കണം എന്ന് പറഞ്ഞ് വേറൊരു പ്രമേയം ഇവിടെ ബിദഅത്തുകാർ
കാസർഗോഡ് വെച്ച് പാസ്സാക്കിയത് കൊണ്ടാണ് അങ്ങനെയൊന്ന് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ ബിദഅത്തിനെ എതിർത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇൽമ് ഇവിടെ നിലനിർത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായ ഒരു മഹാപണ്ഡിതനാണ് ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവർകൾ. അള്ളാഹു അടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകാം. നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽ ബഹുമാനപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം കേരളത്തിൽ നിലനിർത്തുന്നതിൽ പണ്ഡിതന്മാർക്ക് വലിയ താങ്ങും തണലുമായി ഇവിടെ നിൽക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള വലിയ ഒരു മഹാനും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ എണ്ണപ്പെട്ട വ്യക്തിയുമാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകൾ. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ വില്യാപ്പള്ളി ഉസ്താദ് പറഞ്ഞു, ബഹുമാനിച്ചുകൊണ്ട് ചിലരെ തങ്ങളെന്ന് വിളിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, CM വലിയുല്ലാഹി തങ്ങൾ എന്നൊക്കെ പറയുന്ന പ്രയോഗം. ഖുതുബി തങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ പ്രയോഗത്തിൽപ്പെട്ടതാണ്. അല്ലാതെ അവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടു എന്ന നിലക്ക് അല്ല. ബഹുമാനപ്പെട്ട മർഹൂം EK മുക്രം മുസ്ലിയാർ അവர்கள் പ്രസംഗിക്കുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെയൊക്കെയാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. അത് ബഹുമാനിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു പ്രയോഗമാണ് തങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായി സാധാരണ നിലക്ക് തങ്ങളെന്ന് പറയാറുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളെയാണ്. അതൊരു ബഹുമാനത്തിൻ്റെ ഒരു വാചകമാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ വഫാത്തായ സമയത്ത്, വഫാത്തായി കഴിഞ്ഞ ഉടനെ അവിടുത്തെ മയ്യിത്ത് എടുക്കുന്ന സമയത്ത് അവിടെ ഹാജറുള്ളവനാണ് ഞാൻ. മയ്യിത്തിൻ്റെ കൂടെ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളവറുകൾ അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവേലത്ത് തങ്ങളവറുകളും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകണം. ഉസ്താദ് അവറുകളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ മയ്യത്ത് കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ നേരെ പിന്നിൽ ഉള്ള വാഹനത്തിൽ വിനീതനായ ഞാനും ഉണ്ടായി. അങ്ങനെ അവസാനം മയ്യത്ത് മറവ് ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടെ ഉണ്ട്, അവേലത്ത് തങ്ങളുണ്ട്. അവിടെ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്തും അവിടുത്തെ ഖബർ വെക്കുന്ന സമയത്തുമൊക്കെ വിനീതനായ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞു വന്നത് CM വലിയുല്ലാഹിയുടെ ജീവിതകാലത്ത് ഞാൻ പലപ്പോഴും CM വലിയുല്ലാഹി അവറുകളെ പോയി കാണുകയും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് ഞാൻ ദർസിൽ, എൻ്റെ നാട്ടിൽ തന്നെ CP ഉസ്താദിൻ്റെ ദർസിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ചെറിയ അസുഖമുണ്ടായി. ആ അസുഖം കാരണത്താൽ അതിന് പരിഹാരം വേണം എന്ന നിലക്ക് CM വലിയുല്ലാഹിയുടെ സമീപത്ത് ഞാൻ പോയിരുന്നു. നാദാപുരത്ത് ഒരു വീട്ടിൽ ബഹുമാനപ്പെട്ടവർ ഉണ്ടായി. ഞാൻ ചെന്നപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓതാൻ വേണ്ടി പറഞ്ഞു തന്നു. അൽഹംദുലില്ലാ എൻ്റെ രോഗം മാറുകയും ചെയ്തു. രോഗം വേണ്ട എന്ന് പറയലാണ് അവിടുത്തെ സാധാരണ പതി. അങ്ങനെ രോഗം എനിക്ക് മാറിക്കിട്ടുകയും ചെയ്തു. പിന്നെ എനിക്ക് ആ രോഗം ഉണ്ടായിട്ടുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചെറിയ മുതാലിമായിരുന്ന കാലത്തെ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവറുകളെ സംബന്ധിച്ച് നേരിലും അല്ലാതെയും നല്ല പരിചയം ഉണ്ട് എന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. CM വലിയുല്ലാഹി കേരളത്തിൽ ഇന്ന് ഒരുപാട് ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളും ഒക്കെ കേരളത്തിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയ മഹാനാണ് CM വലിയുല്ലാഹി അവർ. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവറുകളുടെ സഹോദരൻ മുറ്റിച്ചൂർ അഹമ്മദ് മുസ്ലിയാർ അവറുകൾ എഴുതിയ ഒരു മൗലിദുണ്ട്. അതാണ് എൻ്റെ മുന്നിലുള്ള ഈ മൗലിദ്. ഈ മൗലിദിൽ CM അവറുകളുടെ പൂർവ്വകാല ചരിത്രങ്ങളെ സംബന്ധിച്ച് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മുറ്റിച്ചൂർ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ ആളുകളൊക്കെ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്. ഞാൻ അവരുടെ ജീവിതകാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇതുപോലെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ സിറാജുൽ ഹുദ തുടങ്ങിയ സമയത്ത്. അന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് ചിലതൊക്കെ ചൊല്ലാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞു തന്നു. മഹാനവറുകൾ എഴുതിയ ഈ മൗലിദിൽ
ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മൗലിദുഹു വമൻശൗഹു റളിയല്ലാഹു അൻഹു ഫീ ബൽദത്തി മടവൂർ ഫിൽ ബൈത്തുൽ മഅറൂഫി ഫീ കളപ്പിലാവിൽ. ബഹുമാനപ്പെട്ട ഷേഖ് മടവൂർ അവറുകൾ കളപ്പിലാവിൽ എന്ന പേരുള്ള ഒരു വീട്ടിലാണ് മടവൂരിൽ പ്രസവിക്കപ്പെട്ടത്. ഉമ്മന്തഖല ഇലാ ചിറ്റടി മീത്തൽ ഇഹത്ത എമീനുൽ മസ്ജിദിൽ ജാമിഅ. പിന്നെയാണ് ചിറ്റടി മീത്തൽ എന്ന് പറയുന്ന വീട്ടിലേക്ക് മാറിയത്. അബവാഹു മഷ്ഹൂറാനി സദാറത്തി വസ്സലാഹി വസ്സുഹുദി. അവരുടെ മാതാപിതാക്കൾ നല്ല മഹാന്മാരായിരുന്നു. ബൈത്തുഹും മൽജഉൻ നാസിൽ ഫുദലാഇ വൽ അകാബിരി വൽ ഖവാസി വൽ അവാമി യുമൂരിഹിം ദീനിയത്തി വദ്ദുന്യവിയ്യ. അവരുടെ വീട് ആളുകളൊക്കെ അഭയമായി കാണുന്ന വീടായിരുന്നു. അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു നേതൃത്വം നൽകുന്ന വീടായിരുന്നു. വലഹു റളിയല്ലാഹു അൻഹു അഖുൻ ഫില്ലാഹി. അവരുടെ പിതാവിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പിതാവിൻ്റെ പേര് കുഞ്ഞു മഹൻ മുസ്ലിയാർ എന്ന്. അവരുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. വഹുവ അബുൽ മുഅല്ലിഫിൽ മഷ്ഹൂർ ബി കോയക്കുട്ടി മുസ്ലിയാർ അൽ പറമ്പി. പറമ്പിൽ എന്ന സ്ഥലത്തുള്ള കോയക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ഈ മൗലിദ് രചിച്ച അഹ്മദുൽ ഖാദിരി എന്ന് പറയുന്ന മുരിച്ചൂരിൻ്റെ പിതാവാണ്. മുകാഫിയൻ വ മുമാഥിലൻ ഫിൽ ഇൽമി വൽ അമലി വസീറത്തിൽ ഹസനത്തി വസുഹുദി വൽ വറഇ വസായിറുൽ ഉമൂമിൽ മഹ്മൂദത്തി റളിയല്ലാഹു അൻഹു വഅൻഹും വൈലാഖിന അഹ്യാൻ വൈതമീന എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പറയുന്നുണ്ട്. ആ സഹോദരൻ എന്ന് പറഞ്ഞു, അതായത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദിൻ്റെയും ഇ കെ ഹസൻ മുസ്ലിയാരുടെയും ഒക്കെ പിതാവ്, അതാണ് കോയക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത്. അത് സി എം അവറുകളുടെ പിതാവിൻ്റെ സഹോദരനാണ് എന്നാണ് പറഞ്ഞത്. അതിൽ പിന്നീട് പറയുന്ന കാര്യം, അവർ പലപ്പോഴും വീട്ടിൽ വരലും പരസ്പരം ബന്ധപ്പെടലും പലപ്പോഴും വയുനാദിറാനി ഫിൽ ഉലൂമി, പലപ്പോഴും പല വിഷയങ്ങളും ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യലും ദഖായിഖുൽ മസായിലി, വളരെ ആഴത്തിലിറങ്ങി മനസ്സിലാക്കേണ്ട മസാലകൾ ചർച്ച ചെയ്യലും എല്ലാം ഉണ്ടായിരുന്നു. അവർ ജ്യേഷ്ഠാഞ്ചന്മാർ രണ്ടാളും വലിയ ആലിമ്യങ്ങളായി. അങ്ങനെ പറഞ്ഞു അവരുടെ പിതാക്കന്മാരെ സംബന്ധിച്ച്, അവരുടെ മുൻഗാമികളെ സംബന്ധിച്ച് ഒക്കെ പറഞ്ഞു. വകൈഫലാവഹും അഷ്റാഫുന്നാസി വറുസാഉസ്സമാനി വഅഹ്ലു ബൈത്തിൽ അൻവാരി വൽ അസ്റാരി വഅഹ്ലുൽ വിലായത്തിൽ ഖുതുബിയ്യത്തിൽ ഖുദ്സിയ്യത്ത് വഅഹ്ലുസ് സറഫി വൽ മകാരിമി വഹിസ്ബുല്ലാഹിൽ കിറാം. അവരുടെ മുൻ തലമുറയിലുള്ള ആളുകളൊക്കെ വലിയ മഹാന്മാരും വലിയ നേതാക്കന്മാരും വലിയ വിലായത്തിൻ്റെ മർത്തബകൾ ഉള്ളവരും ആയിരുന്നു. വകാന വാലിദുഹു റളിയല്ലാഹു അൻഹു ആലിമൻ സാഹിദൻ സുഹദൻ ബലീഗൻ. അവരുടെ പിതാവ് സി എം വലിയുല്ലാഹിയുടെ പിതാവ് വലിയ മഹാനും ദുനിയാവിനോട് പരിത്യാഗമുള്ളവരും അതുപോലെ വലിയ ആലിമും ആയിരുന്നു. ഹജ്ജ ജദ്ദുഹു മറത്തൈനി മാഷിയൻ. അവരുടെ വല്യാപ്പ കേരളത്തിൽ നിന്ന് നടന്ന് ഹജ്ജിന് വേണ്ടി 2 പ്രാവശ്യം പോയിട്ടുണ്ട്. കമാ ഉലിമ, അത് അറിയപ്പെട്ട കാര്യമാണ്. വഅജദാദുഹു കദാലിക. അവരുടെ ഉപ്പാപ്പമാർ മുൻഗാമികളും വലിയ വലിയ മഹാന്മാരായി. അതിൽ മിൻഹുമുൽ ഉലമാഉ വസ്സുഹദാഉ വസ്സാലിഹൂൻ. അവരിൽ സുഹദാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്, വലിയ വലിയ ആലിമ്യങ്ങളുണ്ട്. വമിൻഹും മദ്ഫൂനൂന ഫീ മഖ്ബറത്തിൻ ഫിൽ ഖറിയത്തിൽ മഅറൂഫത്തി ബി പറമ്പത്ത്. പറമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ മറവ് ചെയ്യപ്പെട്ട മഖ്ബറയിൽ അവിടെ ഉള്ള പല മഹാന്മാരും അവിടെ കിടക്കുന്നുണ്ട്. ഖരീബത്തൻ ലിബലദി മൗലിദിഹി റളിയല്ലാഹു അൻഹു മദ്കൂരി ബിജിഹത്തി ശർഖി മിൻ ഖലികൂത്ത് അൽ മഅമൂരി ബഈദതൻ ബിഅശ്റതി അംയാലിൻ തഖരീബൻ. വഖീല ഫീഹാ, പറയപ്പെട്ടിട്ടുണ്ട്, ഫീഹാ 44 ശുഹദാ. അവിടെ പറമ്പത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ 44 ശുഹദാക്കൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഖുബൂറുഹും മശ്ഹൂറത്തുൻ. അവരുടെ ഖബറുകൾ മശ്ഹൂറാൻ. തുസാറു വ തുതബറക്. മുഹമ്മദ് ഷഹീദ് മശ്ഹൂറും മിൻഹും റളിയല്ലാഹു അൻഹും അനഫഅനാ ബിഹിം. അങ്ങനെ അവിടെ ഒരു വലിയ, ആ കുടുംബം തന്നെ വലിയ വലിയ മഹാന്മാരുടെ ഒരു കുടുംബമാണ് സി എം വലിയുല്ലാഹിയുടെ മുൻഗാമികളായ ആളുകളുടെ കുടുംബം എന്ന് പറയുന്നത്. അവരുടെ മുൻഗാമികളൊക്കെ വലിയ ആലിമീങ്ങളും വലിയ സാലിഹീങ്ങളും വലിയ ആബിദീങ്ങളും ആയിരുന്നു. അതിനുശേഷം പിന്നെ ബഹുമാനപ്പെട്ടവർ ആയിഷ എന്ന് പറയുന്ന ഈ മൗലിദ് ഉണ്ടാക്കിയ മുറ്റിച്ചൂരവറുകളുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. അതിൻ്റെ ശേഷം പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു. ആദ്യത്തെ വിവാഹത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാര്യയിൽ പിന്നീട് 2 ആൺകുട്ടികളുണ്ടായി.
ബാക്കി പെൺകുട്ടികളാണ്. കബീറുഹുമ, ആ 2 ആൺകുട്ടികളിലുള്ള മൂത്ത ആള് സാഹിബ് തർജുമത്തി, ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി, നമ്മളിപ്പോൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. വസ്മുഹു സഗീർ സൈനുദ്ദീൻ അൽ മുബാറക്, അവരുടെ വസ്മു സഗീർ സൈനുദ്ദീൻ, അവരുടെ സഹോദരൻ്റെ പേര് സൈനുദ്ദീൻ എന്നാണ്. മാത ഖബല മൗത്തി അഖീഹി, അത് സി എം വലിയുള്ള മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വഫാത്തായി പോയിട്ടുണ്ട്. ഖബറുഹു ഖുദ്ദാമ ഖബരിഹി റളിയല്ലാഹു അൻഹുമ, അവരുടെ ഖബർ സി എം വലിയുടെ ഖബറിൻ്റെ മുൻഭാഗത്താണ്. ഖബർ വാലിദിഹി ബിജിഹത്തി യമീൻ ഖബരിഹി, അതേസമയത്ത് ബാപ്പയുടെ ഖബർ മഹാനവറുകളുടെ ഖബറിൻ്റെ നേരെ വലത്ത് ഭാഗത്ത് ആണ്. ഖബർ വാലിദത്തിഹി കദാലിക ഫി ജിഹത്തി ശിമാലി, ഉമ്മയുടെ ഖബർ ഇടത് ഭാഗത്താണ്. വറാ അൽ ബിനായി, മഖബറയുടെ പുറത്ത്. വകാന വിലാദത്തുഹു റളിയല്ലാഹു അൻഹു കമാ ഉലിമ ഫി 1349 الهجرية في يوم 12 من ربيع الأول. ഹിജ്റ 1349 റബീഉൽ അവ്വൽ 12-നാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ജനിച്ചിട്ടുള്ളത്. റബീഉൽ അവ്വൽ 12-നാണ് അവരുടെ ജനനം തന്നെ. വഫീഹി തഫാഉലിൻ ലിമൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഒരു ദിനമാണല്ലോ റബീഉൽ അവ്വൽ 12. റബീഉൽ അവ്വൽ 12-ന് ജനിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സി എം വലിയുല്ലാഹിക്ക് കൊടുത്തിട്ടുണ്ട്. വളഹറ അജായിബു ഫീ സമാനി ഹംദിഹി റളിയല്ലാഹു അൻഹു വമിൻഹാ റുയത്തു അബീഹി മനാമൻ ഫിൽ ഹറമി കമാ ഖീല ഹീന സഫരിഹി ലിൽ ഹജ്ജ് സയൂലദു ലക വലിയ്യുൻ മിനൽ ഔലിയാഇ ഫസമ്മിഹി മുഹമ്മദൻ. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ഹജ്ജിന് പോയപ്പോൾ അവിടെ പോയ സമയത്ത് അവിടുന്ന് ഒരു സ്വപ്നത്തിൽ കണ്ടിരുന്നു, സയൂലദു ലക വലിയ്യുൻ മിനൽ ഔലിയാഇ, ഔലിയാക്കൽപ്പെട്ട ഒരു വലിയ് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ മുഹമ്മദ് എന്ന് പേര് വെക്കണമെന്ന്. ചില ആളുകൾ എല്ലാ സ്വപ്നവും തള്ളിക്കളയണമെന്ന് വിചാരിച്ചവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. സ്വപ്നം തള്ളണമെന്ന് തന്നെ ശറഇനെതിരായ സ്വപ്നമാണെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ പരിശുദ്ധമായ ഹദീഥുകളിൽ തന്നെ ഈ മുബശ്ശറാത്തിൽപ്പെട്ടതാണ് സ്വപ്നം എന്ന് ഹദീഥിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ഒരു അസലും ഫസലും ഇല്ലാത്ത ചില സംഗതികളിലെ ശറഇനെതിരായ ചില സംഗതികൾ സ്വപ്നത്തിൽ കണ്ടതാണെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ തള്ളിപ്പറയും. അപ്പോൾ ചിലവർ വിചാരിക്കും ഒരു സ്വപ്നവും പിന്നെ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയാണല്ലോ, വിവരമില്ലാത്ത ആളുകൾ വിഷയം മനസ്സിലാക്കാതിരിക്കും, അങ്ങനെ അബദ്ധം വരും. അപ്പോൾ അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അങ്ങനെ സാധാരണ വഅദിന് പോകുന്ന ആളാണ് ഈ ബഹുമാനപ്പെട്ട കുഞ്ഞിമാഹി മുസ്ലിയാർ. അതേ നിലക്ക് വഅദ് പറയാൻ പോയി. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, വഅദ് പറയുന്നത് നല്ല മോശമാണ്, അങ്ങനെ ഒരു ധാരണയുണ്ട്. ആ ധാരണയും തിരുത്തേണ്ടതാണ്. അപ്പോൾ സി എം വലിയുള്ളാൻ്റെ ബാപ്പ വഅദിന് പോയി. ബൈനമാഹു കദാലിക, വഅദിന് പോയ സമയത്ത് ഖാലലഹു വലിയ്യുൻ മിനൽ ഔലിയാഇൽ ആരിഫീന, ഒരു മഹാനായൊരു വലിയ മഹാനവറുകളോട് പറഞ്ഞു, ഖദ് കുന്ത അബൻ ലി വലിയ്യൻ, നിങ്ങളൊരു വലിയിൻ്റെ ബാപ്പയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുറൂറൻ കഥീറൻ ലിതദക്കുരി മനാമിഹി ഫിൽ ഹറമി ശരീഫി, അറബിൽ നിന്ന് കണ്ട സ്വപ്നമനുസരിച്ചാണല്ലോ ഈ മഹാനിപ്പോൾ പറയുന്നു. റജാ ഇലാ ബൈത്തിഹി, അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഫവജദഹു റളിയല്ലാഹു അൻഹു മൗലൂദൻ, അപ്പോൾ നോക്കുമ്പോൾ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. ഇന്നത്തതുപോലെ മൊബൈൽ ഫോണൊന്നുള്ള കാലമല്ല, എൻ്റെ വിളിക്കാഞ്ഞെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് മഹാനവറുകൾക്ക് കുട്ടി ജനിച്ചതായിക്കൊണ്ട് അസമ്മാഹു മുഹമ്മദ് അബൂബക്കർ, അങ്ങനെയാണ് മുഹമ്മദ് അബൂബക്കർ എന്ന് ബഹുമാനപ്പെട്ടവർക്ക് പേര് വെച്ചിട്ടുള്ളത്. കമാബുസിർ അലഹു റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ. ഞാനിത് പറഞ്ഞു വന്നത് സി എമ്മിനെ സംബന്ധിച്ച് അവരുകളെ സംബന്ധിച്ചൊക്കെ വാതോരാതെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ ചരിത്രവും പറയൂല, സി എം ആരാന്നും പറഞ്ഞു കൊടുക്കൂല, സി എമ്മിൻ്റെ മഹത്വവും പറയൂല, വേറെ എന്തെല്ലോ ആളുകൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വർത്താനം പറയും. അപ്പം ജനങ്ങളെ ഈമാനിന് കേടുവരും, ഔലിയാക്കളസിനുള്ള വിശ്വാസം കുറഞ്ഞു പോകും. അത് വലിയ അപകടം വരുന്ന ഒരു സംഗതിയാണ്. ഇനി സി എം വലിയുല്ലാഹിയുടെ ചെറുപ്പകാലം, വകാന റളിയല്ലാഹു അൻഹു മിൻ സിഗ്രി സിന്നിഹി യജ്തഹിദു ഫീ തഹ്സീലിൽ ഉലൂമി വൽ ഫവായിദി, വല്ലാതെ പരിശ്രമിക്കുമായിരുന്നു ഇൽമു പഠിക്കാൻ വേണ്ടി, പഠനത്തിന് വേണ്ടി വല്ലാതെ അധ്വാനിച്ച് പഠിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി. വകാന വാലിദുഹു മുഈനൻ വമുംകിനൻ ലഹു കമുറാദിഹി റളിയല്ലാഹു അൻഹു മഈശത്തുൻ ദയീഖത്തിൻ, വളരെ സാമ്പത്തികമായ പ്രതിസന്ധിയായിരുന്നു കുടുംബത്തിൽ. എന്നാലും ബാപ്പ പരമാവധി ഇൽമു പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. വകാനത്ത് വാലിദത്തുഹു തഫ്തുലുൽ ഹബ്ല ബിഖുയൂതി ഖിസ്രിൻ നാറജീലി വതബീഉ ബിഫുലൂസിൻ ഖലീലത്തിൻ വതസ്തരി ബിഹ الطعام مع قليل ما يحصل لوالده من التدريس والتعليم والتفهيم وسائر الأعمال الدينية بمعالجته بين الناس لمصالحهم ومهماتهم حسب الإمكان. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ദർസ് നടത്തുന്ന വകയിലും അതുപോലെ ഇൽമു പഠിപ്പിക്കുന്ന വകയിലൊക്കെ
ചെറിയ എന്തെങ്കിലും കിട്ടും. സാധാരണ ഉസ്താദ്മാർക്കൊക്കെ ശമ്പളം കിട്ടുകയെന്ന് നമ്മൾ പറയലുണ്ട്. ശമ്പളം വാങ്ങൽ മോശമായ പണിയൊന്നുമില്ലല്ലോ, നല്ല കാര്യം ചെയ്ത് ശമ്പളം വാങ്ങിയാൽ വളരെ നല്ലതല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ആ നിലക്ക് അവിടെ നിന്ന് ദിർസ് നടത്തിയാലും മറ്റൊക്കെ കിട്ടുന്നതുണ്ടെങ്കിലും അതൊന്നും കുടുംബത്തിൻ്റെ ജീവിതത്തിന് മാത്രം മതിയാവുകയില്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഉമ്മ ചകിരി കൊണ്ട് കയറ് പിരിച്ച് അതി ചെറിയ സംഖ്യക്ക് വിറ്റ് എന്നിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു. അത്രയും സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫലമ്മാ ഹസല ലഹു റളിയല്ലാഹു അൻഹു മിൻ വാലിദിഹിൽ ഹഫീൽ കരീം ഗാലിബുൽ ഉലൂമി വൽ ഫവായിദി, കുട്ടിക്കാലത്ത് തന്നെ നല്ല പഠനം, ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പഠനമാണ്. അങ്ങനെ പഠിച്ചു. പക്ഷേ മാത്തൽ വാലിദു വഹുബ്നു സിത്തിസന, വെറും 6 വയസ്സുള്ള സമയത്ത് ബാപ്പ മരണപ്പെട്ടു പോയി. കഫലത്തുഹു ഉമ്മുഹു, പിന്നെ ഉമ്മയാണ് ഏറ്റെടുത്തത്. ഹത്താ ബലഗ അശദ്ദഹു വസ്തവ ഫർതഹല ഇലൽ മദാരിസിൽ മുഅ്തബറതി വന്തഹ ഇലൽ മദ്രസതി ഖുവത്തുൽ ഇസ്ലാം അൽ മശ്ഹൂറത്ത് ഫീ ബൽദതി തളിപ്പറം. അങ്ങനെ ശേഷം എന്ത് ചെയ്തു? ഖുവത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന കോളേജിലേക്ക്, തളിപ്പറമ്പിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പോയി. അങ്ങനെ അവിടെ നിന്ന് ഇൽമു പഠിച്ചു. അവിടെ ആരായിരുന്നു അവിടുത്തെ സദർ മുദരിസ്? സദറുഹാ മുദരിസുഹാ ഫി സമാനി അഖിൽ കബീർ റഈസുൽ ഉലമ അൽ മശ്ഹൂർ ബി ശംസുൽ ഉലമ അൽ മാഹിർ ഫിൽ ലുഗാത്തി വൽ ഉസൂലി വൽ ഫുറൂഇ വസാഇറിൽ ഉലൂമി അൽ ഹാജ് അബൂബക്കർ അൽ മഫ്ഖൂർ റഹ്മഹുല്ലാഹ്. അവിടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ അഥവാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഈ മൗലിദ് എഴുതുന്ന മുറ്റിച്ചൂർ ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ ശംസുൽ ഉലമയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട മുദരിസ്. ആ ശംസുൽ ഉലമ വലിയ പണ്ഡിതനായിരുന്നു. അങ്ങനെ അഹുൽ ഹസൻ ശരീകുൽ ലഹു റളിയല്ലാഹു അൻഹു, ശംസുൽ ഉലമയുടെ സഹോദരൻ ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദു, അവരുടെ ആണ്ടും നടക്കുന്ന ഒരു സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഇ.കെ. ഹസൻ മുസ്ലിയാർ അവറുകൾ സി.എം. വലിയുല്ലാഹിയുടെ ശരീക്കായിരുന്നു. കിതാബ് പോകുന്ന സമയത്ത് കൂട്ടുകാരനായിരുന്നു. അങ്ങനെ അവർ അവിടുന്ന് കിതാബുകൾ ഓതി പഠിച്ചു. ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ച് അവിടെ ചെറിയ തോതിൽ അവിടെ പറയുന്നുണ്ട്. സാഹിബു ശരീഅത്തി, ഹസൻ മുസ്ലിയാരുടെ ഒരു പ്രത്യേകതയാണ് ശരീഅത്ത്. അത് വളരെ കറക്റ്റായിട്ട് നടന്നു പോകണം എന്നതിൽ വലിയ നിർബന്ധമുള്ള ആളായിരുന്നു ആര്? ഇ.കെ. ഹസൻ മുസ്ലിയാർ. വസ്സൈഫുൽ ഖാതി അർറാഗിമി ഉനൂഫൽ അനീദത്തിൽ മുബ്തദിഅത്തി സഫലത്തിൽ മുഖാസിമീന മഅ സഫാസിഫിൽ കലാമി ബിഗൈരി ജദ്വ ബിദലാഇൽ ഫാസിദതി وقلوب القاسية الزائغة عن قواعد أصول الشريعة من غير مبالاة بالعلماء الآراء الثاقبة المجتهدين الصوفية المحققين والسلف الصالحين الكرماء الداخلين في مضمون قوله صلى الله عليه وسلم خير القرون قرني ثم الذين يلونهم ثم الذين يلونهم. المراد به الصحابة والتابعون وتابع التابعين رضي الله عنهم عنا معهم. ആ സഹാബത്ത് മുതൽക്കുള്ള ആദ്യകാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാന്മാർ, ആ മഹാന്മാരും അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചിട്ടുള്ള ആലിമീങ്ങളും ഇമാമിങ്ങളും, ആ മഹാന്മാർ പഠിപ്പിച്ചതിനെതിരെ ഒരു വിവരവുമില്ലാതെ ഇവിടെ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരുന്ന പുത്തനാശയക്കാരായ ആളുകൾ, ആ പുത്തനാശയക്കാരായ ആളുകൾക്ക് ശക്തമായി മറുപടി പറഞ്ഞുകൊണ്ട് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ നിലനിർത്തിയ വലിയ മഹാനാണ് ആ ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ അവറുകൾ. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിൻ്റെ ശേഷം السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون എന്ന ആയത്ത് ഉദ്ധരിച്ച് അതിൻ്റെ ശേഷം പറയുന്നു വതസവ്വജ റളിയല്ലാഹു അൻഹു, സി.എം. വലിയുല്ലാഹി അവറുകൾ വിവാഹം കഴിച്ചു. ബിന്ത ഖാലിഹിൽ ഹാജി അബൂബക്കർ റഹിമഹുല്ലാ, അവരുടെ അമ്മാമൻ അബൂബക്കർ ഹാജിയുടെ മകളെ. വലാകിൻ ത്വല്ലഖഹാ ബഅദ ശുഹൂരിൻ, പക്ഷേ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയെ അവർ വിവാഹമോചനം നടത്തി. ബിശാറത്തി ശൈഖിഹി, അവരുടെ ഗുരുവര്യർ നിങ്ങൾക്ക് നിങ്ങളുടേതായ റൂട്ടിൽ മുന്നോട്ട് ആത്മീയ രംഗത്ത് പുരോഗമിച്ച് പോകണമെങ്കിൽ ആ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാര്യനെയും കുട്ടികളൊന്നും നോക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വിവാഹമോചനം നടത്തലാണ് സുഖം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടപ്പാട് വിട്ടണമല്ലോ, അത് കഴിയില്ലെങ്കിൽ അതാണ് നല്ലത് എന്ന നിലക്ക് ശൈഖവറുകളുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഭാര്യയെ അവർ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അതേതുപോലെ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ബിശാറത്തി ശൈഖി ഖൗഫൻ ലിൽ ഇഖ്തിലാലി വൽ മിലാലി വഖ്താറ അൽ അസൂബത മഅ അഹ്വാലിഹി അൽ ഫാഖറതി
كالشيخ محي الدين النووي وبعض مشايخ العظام رضي الله عنهم معنا معهم يا أرحم الراحمين. ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ ഖുതുബാണ്, വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ തീരെ വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ ചില മഹാന്മാരുണ്ട്. എൻ്റെ വന്ദിരായ ഉസ്താദ് പുല്ലൂക്കർ ഉസ്താദ് തീരെ വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് വിവാഹം കഴിക്കാത്തത് കൊണ്ട് ഒരാൾ മോശമൊന്നാവില്ല. വിവാഹം കഴിക്കുന്ന സുന്നത്താകുന്നത് തന്നെ ഫത്തുൽ മേൽ പറഞ്ഞ വയസ്സിനുള്ളിൽ തായ്ക്കുന്നതാണ്, ആവശ്യമുള്ള ഒരുക്കുന്നതാണ്. ഇനി വിവാഹം കഴിച്ചാൽ തന്നെ കടപ്പാടുകൾ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വന്നാൽ അതനുസരിച്ച് സ്വാതന്ത്ര്യം നൽകുകയാണ് വേണ്ടത്. അതിരിക്കട്ടെ. അതിൻ്റെ ശേഷം പറയണം വഹുവ റളിയല്ലാഹു അൻഹു മുവഫ്ഫറുൻ മുവഫ്ഫഖുൻ ബിൽ കമാലാതി വൽ മഖാമാതിൽ ഉലാ. മഹാനായ സി.എം. വലിയുള്ളാഹി അവർകൾ വലിയ സ്ഥാനമുള്ള, വലിയ തൗഫീഖുള്ള, ഉന്നത പദവിയുള്ള ആളാണ്. ഫൗഖമായ ദുന്നൂൻ, പലരും വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. വയുഹിറു അഖ്റാനഹു ബിശുഹൂനിഹി വഅഹ്വാലിഹി അൽഫാഖിറത്തിൽ ഖാരിഖത്തിൽ ആദത്തിൽ ഗാലിയത്തിൽ അഖ്റാനിഹിൽ ആരിഫീൻ അൽമുക്രമീൻ അസ്സാദാത്തി വഗൈരിഹിം വകുല്ലുഹും യുബജ്ജിലൂനഹു വയുഅള്ളിമുനഹു ഗായത തഅ്ലീമി വൽമഹാബതി വത്തബ്ദീലി عائفون سطوته رضي الله عنه معلوم بشأنه بكونه محكما بالتصريف والتحكيم والتمكين فيا فوز من عينه والله. അങ്ങനെ ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി അവരുകളെ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള എല്ലാ മഹാന്മാരും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളവരാണ്. അവരുടെ നിർദ്ദേശത്തിലും അവരുടെ പ്രവർത്തനത്തിലുമൊക്കെയായി ആളുകൾ പലരും അങ്ങനെ നീങ്ങിയിട്ടുള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി അവറുകൾ. അങ്ങനെ പിന്നീട് ശേഷം ഇങ്ങനെ ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ് فلما حصل له رضي الله عنه من مدرسة تليبرم واستاق أيضا إلى المعالي واستدق شوقه زيادة بعد زيادة من مركز العالية المعتمدة من جماهير العلماء الجهابذة والعلماء الصوفية المحققين الماهرين الموافقة للمسمى المرادة بالعلم والفهم الباقيات الصالحات من أنحاء مدرس المعمورة. അങ്ങനെ തളിപ്പറമ്പിൽ ഖുവത്തുൽ ഇസ്ലാമിൽ പഠിച്ചതിന് ശേഷം പിന്നെ അതിനേക്കാൾ ഉപരിപഠനം നടത്തണം എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ബാഖിയാത്ത് സാലിഹാത്ത് അറബി കോളേജിലേക്ക് മദ്രാസിലേക്ക് വേലൂരിലേക്ക് പോയി അവിടെ നിന്ന് പിന്നീട് ബിരുദമെടുത്തു. വഅഹ്വാലുഹു റളിയല്ലാഹു അൻഹു മഅ ഈസത്തിൻ ദയ്യിഖത്തിൻ കമാ ദുകിറ വയുഈനുഹു അഹ്യാനാ അസാതിദതുഹു വഗൈറുഹും ബിൽ അസ്വാബി വൽ ഫുലൂസി വഗൈരിഹാ ഹുബ്ബൻ വകറാമതൻ ഫലമ്മാ അമിലു മുറാദഹു റളിയല്ലാഹു അൻഹു ആനഹു ബിൽ ലുഹബത്തി വൽ ഫുലൂസി വസായിരി മാ യഹ്താജു ഫീ സഫരിഹി റളിയല്ലാഹു അൻഹു തഅളീമൻ വതക്രീമൻ. ബഹുമാനപ്പെട്ടവർക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉസ്താദുമാരും മറ്റൊക്കെ മഹാനവറുകളുടെ പഠനരംഗത്ത് എല്ലാവിധത്തിലും വസ്ത്രം കൊടുത്തിട്ടും പൈസ കൊടുത്തിട്ടും ഒക്കെ സഹായിക്കാറുണ്ടായിരുന്നു. കാരണം ഉസ്താദുമാർക്ക് വലിയ സ്നേഹമായിരുന്നു, ഉസ്താദുമാർക്ക് വലിയ ആദരവായിരുന്നു. കാരണം അവിടുത്തെ ജീവിതവും അവിടുത്തെ പഠനവും ഒക്കെ അങ്ങനെയായിരുന്നു. فلما عملوا مراده الله عنه بالهبة والفلوس وسائر ما يحتاج في سفره رضي الله تعالى وتكريما وارتحل طيب القلب وطالب الخير ووصل سالما الى المركز العالية الباقيات الصالحات المذكور وتعلم وعلم وتمحر. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും ഇൽമ കൂടുതൽ പഠിച്ചു. അങ്ങനെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും കഴിഞ്ഞു. വതമഹറ, അങ്ങനെ പാണ്ഡിത്യത്തിൽ വലിയ നൈപുണ്യം നേടി. വതമക്കന വജദ്ദ ജിദ്ദൻ അയ്യ ജിദ്ദിൻ ബിലാ ഫിറാസിൻ വവിസാദത്തിൻ മഅ സഹ്രിൽ ലയാലി കമാ ഖീല ഫീ ഹാലിഹി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു നല്ല തലയണി വെക്കാൻ തലയണിയില്ല, ഇരിപ്പില്ല, ഒന്നുമില്ല. ആ സമയത്ത് രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഇബാദത്തിലും ഇൽമു പഠിക്കുന്നതിലുമൊക്കെയായി അങ്ങനെ വല്ലാത്ത പരിശ്രമം നടത്തി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. മൻറാമല്ലുല സഹറല്ലേ. അങ്ങനെ ശേഷം വിശദീകരിച്ചുകൊണ്ട് പറയാണ് അങ്ങനെ ഹത്താ സാറ റളിയല്ലാഹു അൻഹു അഹ്ലൻ ലിമഹബ്ബതിഹി ലിമഹബ്ബത്തിൻ വമവദ്ദതി അസാതീദിഹി വമശായിഖിഹി വഹഖീഖൻ لحمل الإجازة والتحصيل والأسانيد المسلسلة المتصلة المطلقة والمقيدة والمعتبرة المقصودة من مشايخ العلوم والوصول رضي الله عنهم. അങ്ങനെ ഉസ്താദുമാരിൽ നിന്ന് മശായിഖന്മാരിൽ നിന്ന് ഒരുപാട് ഇജാസത്തുകളൊക്കെ വാങ്ങി, സനദൊക്കെ വാങ്ങി, അങ്ങനെ മുത്തസിലായ സനദുകളും മുഖയ്യദത്തായ സനദുകളും അങ്ങനെ ഇജാസത്തുകളൊക്കെ വാങ്ങി ബഹുമാനപ്പെട്ടവർ വളരെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഇൽമിൽ ഉയർന്നു. ആ ഇൽമിൽ ഉയർന്നതോടുകൂടി തന്നെ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്ഥാനത്തേക്ക് ഉയർന്നു പോകാൻ മാത്രം അവിടുന്ന് ഇബാദത്തിലും വളരെ ശ്രദ്ധിച്ചു. നേരത്തെ ഇവിടെ നമ്മുടെ വില്യാപ്പള്ളി സാദ് പറഞ്ഞില്ലേ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത രൂപത്തിൽ ജീവിതം നയിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർന്നുപോയി. فلما رجع رضي الله عنه من الباقيات الصالحات صار مدرسا في جامع بلدته
مغفورا معظما مسلما بين الناس ومنهم المعاندون وأولو الثروة والولاية المحل بعد وفاة أبيه المغفور رضي الله عنه فخاصم معه رئيسهم وهو رضي الله عنه لا يخاف لومة لائم في أمر الله ولم يوافق حاله ولم يجاسر أحد له بعلو سينه بالثروة والولاية الكبرى في المحل ولم يرض رضي الله عنه الثبات في الدرس في هذه الحالة ولم يتمالك نفسه إلا أن يخرج وسلم من القدورات والإناس من مخالطة الناس غير الخالصين المخلصين وغلب حاله في حالات الفاخرة من الآيات الربانية وفيوضات الرحمانية من المراقبات والمشاهدات ودام حال الوصال منهم الرجال رضي الله عنهم. ബഹുമാനപ്പെട്ടവർ നാട്ടിൽ വന്നിട്ട് അവിടെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. അങ്ങനെ ദർസ് തുടങ്ങിയപ്പോൾ അവിടുത്തെ ഒരു മുതലാളിയുണ്ട്. ആ മുതലാളിക്ക് പറയും പോലെ മൂപ്പർക്ക് നടക്കാൻ കഴിയില്ല. കാരണം മൂപ്പര വഴിയൊന്ന് വേറെയാണ്, മുതലാളിൻ്റെ വഴി പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇവരെ ഈ ദുനിയാവിൻ്റെ ആൾക്കാരുമായിട്ട് നമ്മൾ ശരിയാവില്ല എന്ന നിലക്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് മനുഷ്യനുണ്ടാകുന്ന ചാബല്യങ്ങൾ, ആ ചാബല്യങ്ങൾ, തടീച്ചകൾ, അഹങ്കാരം, അസൂയ, വിദ്വേഷം, വൈരാഗ്യം തുടങ്ങി മനസ്സിലുണ്ടാകുന്ന ചാബല്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തെ ശാരീരിക ചാബല്യം വിളിച്ചുകൊണ്ടുപോകുന്ന ഒരുപാട് തെറ്റായ പ്രവർത്തനങ്ങളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും മുക്തമായി അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളായ വലിയ മഹാന്മാരായ ആളുകൾ ജീവിച്ചതുപോലെയുള്ള ജീവിതം എനിക്ക് ലഭിക്കണം എന്ന നിലക്ക് ആത്മീയമായ പ്രയാണത്തിനു വേണ്ടി ബഹുമാനപ്പെട്ടവർ ഇറങ്ങിപ്പുറപ്പെട്ടു. വലമ്മാ റളിയല്ലാഹു അൻഹു തദ്രീസി വതഅലീമി ഇർശാദിൻ നാസി വഅതനാ ബിനഫ്സിഹിൽ കരീമതി كما هو سخن العقلاء كالشيخ أحمد الكبير الرفاعي والشيخ محي الدين عبد القادر الجيلاني والشيخ أبي حامد الغزالي وأمثالهم رضي الله عنهم واعتزل عن العلائق الخلقية وطلق الدنيا بالكلية وسافر بالبلاد زاهدا زائرا طالبا للأكابر والمشايخ وكان في هذه الوهلة عجائب كثيرة. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എല്ലാ ദുനിയാവിൻ്റെ ബന്ധങ്ങളും വലിച്ചെറിഞ്ഞ് അങ്ങനെ പല സ്ഥലത്തും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോരുമായ മഹാന്മാരെ സിയാറത്ത് ചെയ്തുകൊണ്ട് ദുനിയാവിൻ്റെ മുഴുവൻ വിഷയങ്ങളും വിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇറങ്ങിപ്പുറപ്പെട്ടു. ആ ഇറങ്ങിപ്പുറപ്പെടലിൽ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് അത്ഭുതങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകൾ വലിയ സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇതാണ് ഇതിൽ പിന്നെ മഹാനവറുകൾ കറാമത്തുകളും ബഹുമാനപ്പെട്ടവർക്ക് പല ജീവികൾ വഴിപ്പെട്ടതും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൽ ശേഷം പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞു വന്നത്, ആദ്യം നമ്മൾ വ്യക്തിയെ പഠിക്കണം, വളരെ നന്നായി വ്യക്തിയെ പഠിക്കണം. സീം വലിയുല്ലാഹി എന്ന് പറയുന്നത് ഏതെല്ലാമോ ആളുകളുടെ എന്തെല്ലാമോ വർത്തമാനം കേട്ടിട്ട് സീം വലിയുല്ലാൻ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. സീം വലിയുല്ലാഹി വലിയ മഹാനാണ്, വലിയ സ്ഥാനത്തുള്ള ആളാണ്. യാതൊരു സംശയവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ആർക്കുമില്ല, ഒരു ആലിമിനും ഇല്ല.